നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. അതീവ സുരക്ഷിതത്വമുള്ള ജയിലിൽ നിന്ന് ജയിൽ കമ്പി മുറിച്ച തുണികൾ കൂട്ടിക്കെട്ടി 1.5 കൈ മാത്രമുള്ള ഗോവിന്ദച്ചാമി ജയിലിന്റെ മതിലുകൾ ചാടിക്കടന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഇതിനു പിന്നിലെ സഹായി ആരും? പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള അനാസ്ഥയാണ് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഏറ്റവും വലിയ ശക്തമായി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. തളാപ്പിലെ ആളൊഴിഞ്ഞ വീട്ടിൽ നിന്ന് പ്രതിയെ ഇന്ന് പിടികൂടി എന്നുള്ളത് പോലീസിന് ആശ്വാസമാണെങ്കിലും ഇതിനു പിറകിൽ പ്രവർത്തിച്ച ആ കൈകൾ, അതിനു പിറകിലുള്ള മാഫിയ സംഘം, അതുതന്നെയാണ് ഇനിയുള്ള ലക്ഷ്യം. കിണറിൽ നിന്നാണ് ഇയാളെ കണ്ടെത്തിയത്. എന്തുകൊണ്ട് കിണർ എന്ന് ചോദിക്കുമ്പോൾ കിണർ അവിടെ പരിശോധനയുണ്ടാകില്ല എന്നും അത് സുരക്ഷിതമായി തോന്നിയെന്നും അതുകൊണ്ടാണ് കിണറിലേക്ക് ചാടിയെന്നുമൊക്കെയുള്ള രീതിയിൽ പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ വരുമ്പോൾ മുമ്പ് ഈ ഗോവിന്ദച്ചാമിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനുള്ള കോടതി വിധിയുടെ ഭാഗമായിട്ട് ഉയർന്നു കേട്ടൊരു ചോദ്യമാണ് ഏറ്റവും ശക്തമായി ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ ആവർത്തിക്കുന്നത്. അതായത് അന്ന് വെറും 1.5 കൈയുള്ള ഇയാൾ എങ്ങനെയാണ് ഇത്ര വലിയ ക്രൂരകൃത്യം ചെയ്യാൻ പറ്റുക എന്നൊരു ചോദ്യം ചിലയിടങ്ങളിൽ നിന്ന് ഉയർന്നു കേട്ടിരുന്നു. അയാൾക്ക് അതല്ല അതിനപ്പുറവും പറ്റും എന്നതിൻ്റെ ഒരു തെളിവാണ് ഇന്ന് അയാൾ 3ഓളം വൈദ്യുതവേലി മതിലുകളടക്കം കടന്നുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. 15 വർഷമാണ് അയാൾ ജയിലിൽ കിടന്നത്. 15 വർഷം ജയിലിൽ കിടന്നിട്ട് അതിനിടയിൽ അയാൾക്ക് ഇത്തരത്തിൽ ജയിൽ ചാടാൻ അധികൃതരുടെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെടാൻ അവസരം ഒരുങ്ങിയിട്ടുണ്ട് എങ്കിൽ അയാൾ അത്രമാത്രം ശക്തനാണ് എന്ന് അറിയാവുന്ന ചില സംഘം അയാളെ കൊണ്ട് ചെയ്തു കൂട്ടാനുള്ള ക്രൂരകൃത്യങ്ങൾ അതെല്ലാം പദ്ധതിയായി കഴിഞ്ഞു എന്നാണ് വ്യക്തമാകുന്നത്. ഗോവിന്ദച്ചാമിയുടെ ആരോഗ്യരീതിയെക്കുറിച്ച്, പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളിവിടെ പറയേണ്ടതുണ്ട്. വെറും 1.5 കയ്യനല്ലേ എന്ന് പറഞ്ഞ് നിസാരവൽക്കരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല ഗോവിന്ദച്ചാമി. അയാൾ അതിശക്തനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു. അയാളുടെ ഓരോ രീതിയും പലപ്പോഴും അയാളെ പരിചയപ്പെട്ട ഒരാൾ പോലും പിന്നീട് മറക്കുകയില്ല. അത്രമാത്രം ക്രൂരമായിട്ടുള്ള, പേടിപ്പെടുത്തുന്ന ശക്തശാലിയായിരുന്നു അയാൾ. 15 കൊല്ലമായി അവൻ ജയിലിൽ കിടക്കുന്നു. ഒരു സപ്പോർട്ടുമില്ലാതെ അവനത് ചെയ്യാൻ കഴിയില്ല എന്ന് ഉറച്ചു പറയുകയാണ് സൗമ്യ വധക്കേസിൽ പ്രതി ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിൽ ചാടിയതിനു ശേഷം സൗമ്യയുടെ അമ്മ. അതിരൂക്ഷമായിട്ടുള്ള വിമർശനം തന്നെയാണ് അമ്മയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇയാളെ ഇത്തരത്തിൽ കോടതിക്ക് അല്ലെങ്കിൽ ജയിലിൽ കിടത്താതെ കൊന്നുകൂടായിരുന്നു എന്നതടക്കം ആ അമ്മ ചോദിക്കേണ്ടി വന്നിരിക്കുന്നത് നമ്മുടെ നിയമ സംവിധാനത്തിൽ, നമ്മുടെ സുരക്ഷാ സംവിധാനത്തിൽ ഉണ്ടായിരിക്കുന്ന വലിയ പാകപ്പിഴവ് കൊണ്ട് മാത്രമാണ് എന്നുള്ളത് ഓർക്കണം. ഗോവിന്ദച്ചാമിയെ കണ്ടവരാരും പിന്നീട് ആ മുഖം മറക്കുകയില്ല. അയാളെ കണ്ട് അയാളുടെ മുഖത്തേക്ക് നോക്കിയ പകുതിയിലധികം ആളുകൾക്കും ഭയമാണ് ഉണ്ടാവുക. അയാളുടെ നോട്ടത്തിൽ പോലും അത്രമാത്രം ഒരു പേടിപ്പെടുത്തുന്ന ഭാവമുണ്ട്. സൗമ്യ വധക്കേസിലെ പ്രതിയായ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ പ്രതികരിച്ച സൗമ്യയുടെ മൃതദേഹം പരിശോധിച്ചിരുന്ന ഫോറൻസിക് വിദഗ്ധ ഷെർലി വാസു രംഗത്ത് വന്നു. അപ്പോൾ അവരും പറയുന്നത് ഇത് തന്നെയാണ്. അയാളെ കണ്ട ഒരാൾ പിന്നീട് ഒരിക്കലും അയാളെ മറക്കുകയില്ല. അത്രമാത്രം ഭീകരതയാണ് അയാളുടെ ഒരു ചലനത്തിൽ പോലും ഉണ്ടായിരുന്നത്. ഗോവിന്ദച്ചാമി ജയിൽ ചാടി പരിചയമുള്ളയാളാണെന്നും മുൻപും നിരവധി കേസുകളിൽ ഇയാൾ പ്രതിയായിട്ടുണ്ട് എന്നുമാണ് ഷെർലി വാസുവിന്റെ ആദ്യ പ്രതികരണം. അതേസമയത്ത് അന്ന് സൗമ്യയെ പരിശോധിക്കുമ്പോൾ പ്രതി ക്രൂരമായി പരിക്കേൽപ്പിച്ച പാടുകൾ കണ്ട് ഇപ്പോഴും അസ്വസ്ഥമാകാറുണ്ട് എന്ന തരത്തിലും ഇവർ പ്രതികരിക്കുകയാണ്. പൂർണ്ണ ആരോഗ്യവതിയായ സൗമ്യയെ 1 കൈ മാത്രമുള്ളയാളാണ് കീഴ്പ്പെടുത്തിയതെന്ന് പറയുമ്പോൾ അയാൾക്ക് കുറ്റകൃത്യങ്ങൾ ചെയ്ത് പരിചയമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. 2 കൈയുള്ള ആളുകളെക്കാൾ കെൽപ്പുള്ള ആൾ തന്നെയായിരുന്നു ഈ പറയുന്ന ഗോവിന്ദച്ചാമി. അതുകൊണ്ടാണ് എല്ലാ സ്ത്രീകളും ജാഗ്രതയോടെ ഇരിക്കണമെന്ന് പറയാനുള്ളത് എന്നും ഷെർലി ഈ ഒരു അവസരത്തിൽ പ്രതികരിക്കുകയാണ്. ചലിച്ചുകൊണ്ടിരുന്ന ട്രെയിനിൽ വെച്ചാണ് ഗോവിന്ദച്ചാമി സൗമ്യ എന്ന് പറയുന്ന യുവതിയെ അതിക്രൂരമായി കൊല്ലുന്നത്. ട്രെയിനിലെ ഡോറിനടുത്ത് കമ്പിയിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ച സൗമ്യയെ അയാൾ ഡോറടച്ച് കൈകൾക്ക് പരിക്കേൽപ്പിച്ച ശേഷമാണ് ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊന്നത്. സൗമ്യയുടെ കയ്യിൽ അതിൻ്റെ പാടുകൾ ഉണ്ടായിരുന്നു. ലൈംഗിക സംതൃപ്തിക്കായി അയാൾ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ്.
ആക്രമണം നടത്തുമ്പോൾ കൃത്യമായി പദ്ധതിയിട്ട് തന്നെയാണ് അയാൾ ഓരോ കരുക്കളും നീക്കുന്നത്. അയാൾ ഒരു ഹാബിച്വൽ ഒഫൻഡറാണ്. അയാളുടെ മുഖപ്രകൃതത്തിൽ തന്നെ ക്രൂരതയാണ്. അമേരിക്കയിലെ ഒരു നരഭോജിയായ ക്രിമിനൽ കുറ്റവാളിയുടെ മുഖപ്രകൃതമാണ് ഇയാളിലും പലപ്പോഴും കണ്ടിരുന്നതെന്നാണ് ഷെർലി വാസു വ്യക്തമാക്കുന്നത്. ഇന്ന് പുലർച്ചെ 1:15 സൗമ്യ വധക്കേസിലെ പ്രതിയായ ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടിയത്. അതീവ സുരക്ഷാ ജയിലിന്റെ സെല്ലിന്റെ കമ്പികൾ മുറിച്ചു മാറ്റിയാണ് പുറത്തേക്ക് കടന്നത്. ശേഷം ക്വാറന്റൈൻ ബ്ലോക്ക്, അതായത് പകർച്ചവ്യാധികൾ പിടിപെട്ടാൽ മാത്രം പ്രതികളെ താമസിപ്പിക്കുന്ന ബ്ലോക്കിന്റെ വഴി കറങ്ങി കൈവശമുണ്ടായിരുന്ന വസ്ത്രങ്ങളുമായി മതിലിന്റെ വശത്തേക്ക് പോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. മതിലിന്റെ മുകളിൽ ഇരുമ്പ് കമ്പി വെച്ചുള്ള ഫെൻസിംഗ് ഉണ്ട്. ഈ വസ്ത്രങ്ങൾ കൂട്ടിക്കെട്ടി പുറത്തേക്ക് കടന്നതാണ് ഇയാൾ ചെയ്തിരിക്കുന്നത്. ഒരേ തുണി ഉപയോഗിച്ചാണ് മതിലിലേക്ക് വലിഞ്ഞു കയറിയതെന്നും പുറത്തേക്ക് ഇറങ്ങിയതെന്നും വ്യക്തമാണ്. ഗോവിന്ദച്ചാമിക്ക് പുറത്തുനിന്നും സഹായം ലഭിച്ചു എന്നുള്ള ശക്തമായിട്ടുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരും ഒപ്പം നാട്ടുകാരും ജനങ്ങളും. പുലർച്ചെ പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴാണ് ഗോവിന്ദച്ചാമിയെ കാണാതായി എന്ന് പോലും മനസ്സിലാക്കുന്നത്. ഇയാൾക്കായി പോലീസ് വ്യാപക തിരച്ചിൽ ആ സമയത്ത് തന്നെ നടത്തിയിരുന്നു. ട്രെയിൻ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ശക്തമായ അന്വേഷണം നടക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഇയാളെ മറ്റൊരു സ്ഥലത്ത് നിന്ന് പിടിയിലാകുന്നത്. തളാപ്പിലെ സമീപത്തെ കിണറിൽ, അതായത് തളാപ്പ് എന്ന് പറയുന്ന ഉപേക്ഷിക്കപ്പെട്ട ഒരു കെട്ടിടത്തിന്റെ സമീപത്തുണ്ടായിരുന്ന കിണറിൽ ഗോവിന്ദച്ചാമി നിലയുറപ്പിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് ഇയാളെ ഇന്ന് പിടികൂടിയത്. ഇന്ന് രാവിലെ ഇയാളെ കണ്ടെന്ന് പലരും നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള തിരച്ചിലാണ് പോലീസ് ഈ ഒരു കണ്ടെത്തലിലേക്ക് എത്തുന്നത്. ഇയാൾ ആദ്യം ഒളിപ്പിച്ചിരുന്ന കെട്ടിടത്തിൽ പോലീസ് വളഞ്ഞിരുന്നു. നാട്ടുകാർ തടിച്ചുകൂടാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഇയാളെ പിടിച്ചില്ല എന്ന് പിന്നീട് പോലീസ് പറഞ്ഞു. പക്ഷേ അപ്പോഴേക്കും സ്ഥലത്ത് ആൾക്കാരെത്തി ഇയാളെ കെട്ടിടത്തിൽ നിന്ന് പുറത്തു ചാടിച്ച് അടുത്തുള്ള കിണറ്റിലേക്ക് ചാടി ഒളിക്കുന്ന സമയത്ത്, അവിടെ ഒളിച്ച സമയത്ത് പോലീസ് എത്തി. 9 മണിക്ക് ഗോവിന്ദച്ചാമിയെ കണ്ടെന്ന് ദൃക്സാക്ഷി പറഞ്ഞ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുത്തു. അങ്ങനെ ഇയാളെ പോലീസ് പിടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്ന് മാധ്യമങ്ങൾ നിറയെ കണ്ടത്. പക്ഷേ ഈ ഒരു ദൃശ്യങ്ങളിലും അയാൾ എത്രമാത്രം ബലവാനാണ് എന്നത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതായത് 3ലധികം പോലീസുകാർ ഒറ്റപ്പിടുത്തത്തിൽ പിടിച്ചിട്ട് പോലും അയാളെ നിർത്തിവെക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അത്രമാത്രം ശക്തി ഈ പറയുന്ന ഗോവിന്ദച്ചാമിക്കുണ്ട്. അതായത് കിണറിൽ നിന്ന് മുകളിലേക്ക് ഇയാളെ കൊണ്ടുവരുന്ന സമയത്ത് പോലും പോലീസുകാരെ ആക്രമിക്കാനുള്ള രീതി, അതാണ് ഗോവിന്ദച്ചാമിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് ഇയാളെ പിടികൂടിയില്ലായിരുന്നുവെങ്കിൽ പിന്നെ ഒരിക്കലും അയാളെ പിടികൂടാൻ പറ്റില്ലായിരുന്നു. വരാൻ പോകുന്നത് വലിയൊരു ദുരന്തം തന്നെയായിരുന്നു എന്നാണ് ഈ വർഷങ്ങൾക്ക് മുമ്പ് ഗോവിന്ദച്ചാമിയെ പിടിച്ചിട്ടുള്ള ഒരു പോലീസ് സംഘത്തലവന്റെ കൂടെ പ്രതികരണം വന്നിരിക്കുന്നത്. മുൻ SP ആയിട്ടുള്ള AC തോമസ് ആണ് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. അതായത് ഉദ്യോഗസ്ഥർക്ക് പോലും പേടി സ്വപ്നമായിരുന്നു ഗോവിന്ദച്ചാമി എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം എങ്ങനെയാണ്? അതായത് കോയമ്പത്തൂർക്ക് കടന്നിരുന്നു എങ്കിൽ ഗോവിന്ദച്ചാമിയെ പിടിക്കാൻ കഴിയില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പണ്ട് കോയമ്പത്തൂർക്ക് പോകാൻ ശ്രമിച്ച സമയത്ത് തന്നെയാണ് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വച്ച് ഇയാളെ പിടികൂടിയത്. ഗോവിന്ദച്ചാമി ഒറ്റയ്ക്കല്ല ജയിൽ ചാടിയതെന്നുള്ളത് ഉറപ്പാണ്. അതിന് അയാൾക്ക് കഴിയില്ല. അയാളുടെ പിന്നിൽ കള്ളന്മാരുടെ മാഫിയ തന്നെയുണ്ട്. അടുത്തിടെ അവർ നീക്കം നടത്തുന്നതായി തോന്നിയിരുന്നു എന്ന് SP തോമസ് പറയുകയാണ്. 2010 റെയിൽവേ SP ആയിരുന്ന AC തോമസും സംഘവും കുറ്റകൃത്യം കഴിഞ്ഞ് 22 മണിക്കൂറിനുള്ളിൽ ഗോവിന്ദച്ചാമിയെ പിടിച്ചിട്ടുണ്ട്. പെൺകുട്ടിയെ ആക്രമിച്ച ശേഷം ഗോവിന്ദച്ചാമിയുടെ അന്നത്തെ രക്ഷപ്പെടലും ജയിൽ ചാട്ടത്തിനു ശേഷമുള്ള നീക്കവും തമ്മിൽ സമാനതയുണ്ടോ എന്നാണ് സംശയമുണ്ടെന്നാണ് അദ്ദേഹമൊക്കെ പറയുന്നത്. കുറ്റകൃത്യത്തിനു ശേഷം വടക്കാഞ്ചേരിയിൽ നിന്ന് തൃശൂർക്ക് ബസ് കയറിയ ഗോവിന്ദച്ചാമി ട്രെയിൻ വഴി പാലക്കാട് എത്തിയിരിക്കണമെന്നാണ് മനസ്സിലാക്കിയത്. കൈയില്ലാത്ത ഒരാൾ റെയിൽവേയിലെ മോഷ്ടാവാണ്. ഇത്രയും മാത്രമാണ് വിവരമുണ്ടായിരുന്നത്. ഏത് കൈ ആണെന്ന് പോലും വ്യക്തമായിരുന്നില്ല. സേലം സ്വദേശിയാണെന്ന് സൂചനയിലുള്ളതിനാൽ ഞങ്ങൾ അന്വേഷണം ആരംഭിക്കുകയും മംഗലാപുരം മുതൽ എറണാകുളം വരെയും അവിടെ നിന്ന് കോയമ്പത്തൂർ വരെയും ട്രെയിനുകളിൽ സമീപ പ്രദേശങ്ങളിലും എല്ലാം അരിച്ചുപെറുക്കി അന്വേഷണം നടത്തുകയും ചെയ്തു. കൈകൾ നഷ്ടപ്പെട്ട ഏകദേശം 200-ൽ ഏറെ പേരെ സംശയത്തിന്റെ പേരിൽ ചോദ്യം ചെയ്യുകയും രക്ഷയുണ്ടായിരുന്നില്ല. പിന്നീട് റെയിൽവേ സ്റ്റേഷനുകളിൽ, ബസ് സ്റ്റാൻഡുകളോട് ചേർന്നുള്ള ഇത്തരക്കാർ താമസിക്കുന്ന ലോഡ്ജുകളിലെല്ലാം തന്നെ പരിശോധനകൾ നടത്തി.
അങ്ങനെയാണ് ഈ പറയുന്ന ഗോവിന്ദചാമിയെ ഇതിനു മുമ്പ് പിടിച്ചത്. എന്തായാലും അയാളെ രക്ഷപ്പെടുത്താനുള്ള ഒരു സംഘം ഇതിന് പിറകിലുണ്ട് എന്നത് തന്നെ വ്യക്തമാണ്. അത് മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ഗോവിന്ദചാമിക്ക് 15 വർഷത്തോളം ജയിലിൽ കിടന്നിട്ടും മാനസാന്തരം വന്നിട്ടില്ല എന്നുകൂടെ വ്യക്തമാകുകയാണ്. അതായത് അയാൾ ജയിലിൽ നിന്നിറങ്ങി അടുത്ത ക്രൂരകൃത്യത്തിന് തയ്യാറായി കഴിഞ്ഞു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് ഇത്ര വലിയ സുരക്ഷാ വീഴ്ചയിൽ അയാൾ ജയിൽ ചാടി എന്നുള്ള സംഭവം. വൈദ്യുത പ്രവാഹമുള്ള മതിലുകൾ അടക്കം അതിൽ വൈദ്യുതി പോകുന്നില്ല, വൈദ്യുതി ഇല്ല എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ജയിൽ ചാടണമെങ്കിൽ അയാൾക്ക് ജയിലിൽ നിന്ന് ഉള്ളിൽ നിന്നും പുറത്തു നിന്നും സഹായം ലഭിച്ചിരിക്കുന്നു എന്നത് വ്യക്തമാണ്. അത് മാത്രമല്ല, ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കറുത്ത വസ്ത്രങ്ങൾ ധരിച്ചിരുന്ന അയാളുടെ പക്കൽ നമ്മൾ പുറത്തു നിന്ന് കാണുന്ന CCTV ദൃശ്യങ്ങളിലൊക്കെ വ്യക്തമായിരിക്കുന്നത് അയാൾ വസ്ത്രം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, പോലീസ് ഉദ്യോഗസ്ഥർ അയാളെ അറസ്റ്റ് ചെയ്തതിന് അല്ലെങ്കിൽ അയാളെ പിടിച്ചതിന് ശേഷം പറഞ്ഞൊരു പ്രതികരണമുണ്ട്. ഗോവിന്ദചാമിയുടെ കയ്യിൽ നിരവധി ടൂൾസ് ഉണ്ടായിരുന്നു എന്നുള്ളത്. അതായത് ഒരു ജയിലിൽ അതീവ സുരക്ഷിതത്വമുള്ള അതീവ സെക്യൂരിറ്റി ഉള്ള ഒരു ജയിലിൽ നിന്ന് പുറത്തു ചാടിയിട്ടുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഇത്രമാത്രം ആയുധങ്ങൾ ലഭിക്കണമെങ്കിൽ അവിടെ പാകപ്പിഴവ് സംഭവിച്ചു തുടങ്ങിയിട്ട് വർഷങ്ങളായി എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. എന്തായാലും പോലീസ് ഇതിന്റെ ഭാഗത്ത് വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്ക് സുരക്ഷിതത്വം നൽകേണ്ടുന്ന വിഭാഗമായി തന്നെ നിൽക്കുമ്പോൾ അവരെന്ത് ധൈര്യത്തിലാണ് ഇത്തരത്തിൽ സുരക്ഷാ വീഴ്ച നടത്തിയിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. എന്തായാലും സംഭവത്തിൽ പെട്ടെന്നുള്ളൊരു നടപടി എന്നോണം നാളെയോളം പോലീസുകാരെ സസ്പെൻഡ് ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇനി അറിയേണ്ടുന്നത് ഗോവിന്ദചാമിക്ക് പിറകിൽ പ്രവർത്തിച്ചിട്ടുള്ള ആ ഉദ്യോഗസ്ഥരടക്കം ആരാണ് എന്നുള്ള കാര്യമാണ്. ഒരുപക്ഷെ അത് ആരാണ് എന്ന് കണ്ടെത്തി നടപടി എടുക്കുന്നത് വരെ പോലീസിനെ അടക്കം വലിയ സംശയ നിഴലിൽ നിർത്തേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം എത്തിച്ചിരിക്കുന്നത്.